ഹായ് നമസ്കാരം. നിങ്ങളെ സ്വന്തം അളിയൻ വീണ്ടും വന്നിട്ടുണ്ട്. ഇന്ന് ഒരു വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട ഒരു കത്തിരിക്ക നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുള്ളവർ കമന്റ് ചെയ്യുക. ഓക്കെ, വാ. നിങ്ങൾ അളിയൻ നിങ്ങൾക്കൊരു ചെടിയെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ചെടി. മറയൂരിൽ പോയപ്പോൾ ഞാൻ കൊണ്ടുവന്നതാണ്. ഇതിന്റെ പേരെനിക്കറിയില്ല. അറിയാന്നുള്ളവർ കമന്റ് ബോക്സിൽ കമന്റ് ഇടുക. പിന്നെ തൈ വേണമെന്നുള്ളവരും കമന്റ് ഇടുക. എന്തായാലും നമുക്കിനി ആ വ്യത്യസ്ത കത്തിരിക്ക അടക്കാൻ പോവാം. ഓക്കെ, വന്നോ. ഇതാണ് അളിയൻ പറഞ്ഞ കത്തിരിക്ക. ഇത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല പച്ച തക്കാളിക്ക് ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അത് നമ്മളിങ്ങനെ പറിച്ചെടുത്തു കഴിഞ്ഞാലേ, കാണിച്ചു തരാം. വേണ്ട, പറിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പച്ച ആപ്പിൾ ഉണ്ടല്ലോ, ആ ഒരു ഫീലും തോന്നും. ഒന്ന് രണ്ടെണ്ണം പറിച്ച് കാണിച്ചു തരാം. ഈ കത്തിരി എന്ന് പറയുമ്പോൾ ഏത് കാലാവസ്ഥയിലും അത്യാവശ്യം നല്ല രീതിയിൽ കായ്ഫലം തരുന്ന ഒരു ഇനമാണ്. വലിയ കേടുകളോ ഒന്നുമില്ല. കണ്ടോ. അതുപോലെ തന്നെ പൂക്കൾ എന്ന് പറയുമ്പോൾ ഒരു നല്ല വയലറ്റ് കളറാണ്. ഞാൻ ഒരു 2-4 മൂട് കത്തിരി വെച്ചിട്ടുണ്ട്. ഇതാണ്ടോ, ഒന്ന് ഇതാ നിൽക്കുന്നു, കണ്ടോ, ഇതാ നിൽക്കുന്നു. നമുക്കിതിൽ ഒരു പറിക്കാം. ഇതാണ്ടോ, ഇതിന് പ്രതിരോധ ശക്തി കൂടുതലാണ്. അതായത് രോഗപ്രതിരോധ ശക്തി കൂടുതലുള്ള ഒരു ഇനത്തിൽപ്പെട്ട ഒരു കത്തിരിക്കയാണ്. ഇതിന്റെ പേരെനിക്കറിയില്ല. പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. കൊല നിൽക്കുന്ന കണ്ടോ. ഇന്ന് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നില്ല, കാരണം എന്ന് പറഞ്ഞാൽ അടുത്തൊരു എപ്പിസോഡിൽ വരാനുള്ള സംഭവമാണ്. ഇത് പപ്പ നട്ടതാണ്. ഏകദേശം ഒരു 14 പടലയോളം പിന്നെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് അടുത്തൊരു എപ്പിസോഡിൽ ഇതിന്റെ കൊല നല്ല ഫുള്ളായിട്ട് നമ്മൾ കാണിച്ചു തരും. അതുപോലെ അതിന് ഇട്ട വളങ്ങളും അതിന്റെ കൃഷി രീതിയൊക്കെ പപ്പയെ കൂടി നിർത്തി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ ഇനി 2 കത്തിരിക്ക കൂടി നമുക്ക് അടക്കാനുണ്ട്. വേണ്ട, ഇതാണ് കത്തിരിക്ക. കണ്ടാ. അപ്പോൾ നിങ്ങളെ സ്വന്തം അളിയെ കറിക്ക് ആവശ്യമായിട്ടുള്ള കത്തിരിക്കയൊക്കെ പറിച്ചിട്ടുണ്ട്. ഇതിന്റെ വിത്തുകൾ ആവശ്യമുള്ളവർ അളിയനെ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടുക. അളിയൻ വിത്തുകൾ തരുന്നതായിരിക്കും. പതിവ് പറയും പോലെ എല്ലാവരും വീട്ടുവളപ്പിൽ ഒരു ഫ്രൂട്ട്സോ വെജിറ്റബിളോ എന്തായിട്ടായാലും വച്ച് പിടിപ്പിക്കുക. അതിൽ നിന്നൊരു കായ് അടത്ത് കഴിക്കുമ്പോൾ അതിൻ്റെ അനുഭൂതി വേറൊന്നാണ്. ഇപ്പോൾ അളിയൻ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.